റസൂലല്ലാഹ് തങ്ങളെ ഈ സാധുക്കളെ ഏറ്റെടുക്കണേ യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് ഈ പാപികളെ ഏറ്റെടുക്കണേ യാ റസൂലല്ലാഹ്. എല്ലാ പാപങ്ങളും ചെയ്തവർ അങ്ങയുടെ ജീവിതകാലത്ത് വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫറ ലഹും റസൂൽ. പാപം ചെയ്തവർക്ക് അങ്ങയുടെ തിരുസവിധത്തിൽ വന്നാൽ അങ്ങ് അവർക്ക് വേണ്ടി പൊറുത്തു കൊടുക്കുമ്പോ പൊറുക്കല്ല തേടുമ്പോ അള്ളാഹു തൗബ സ്വീകരിക്കുമെന്ന് പറഞ്ഞെങ്കിൽ യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ഉംറക്കൊക്കെ പോകും പെണ്ണുങ്ങളുടെ കൂടെ നിൽക്കുന്ന ഉസ്താദ്മാരുണ്ട്. ഞാൻ പറയാണത് ഇവരല്ലാതെ ഉംറക്കൊന്നും അമീറാകാൻ പോകണ്ട. പെണ്ണുങ്ങളുടെ ഒരു സംഘത്തിന്റെ കൂടെ നിന്ന് ദുആ ചെയ്യുന്നുണ്ട്. മക്കയിലും മദീനത്തും പെണ്ണുങ്ങളൊരു സംഘം ഉസ്താദിന്റെ കയ്യിനോട് ചാരി നിന്ന് വെറും പെണ്ണുങ്ങൾ മാത്രം, പെണ്ണുങ്ങൾക്ക് മാത്രമുള്ള ഒരു ദുആ. ആ പെണ്ണിന്റെയും ഈ അമീറായി വന്ന ഉസ്താദിന്റെയും ഇടയിൽ ഒരു മറ പോലുമില്ലാതെ അള്ളാന്റെ ഹറമിൽ വെച്ച് ചെയ്യുന്ന തെറ്റാണത്. മസ്അല പഠിക്കാതെയോ ഇൽമില്ലാതെയോ അള്ളാന്റെ ഹറമയിലേക്ക് ആളെ കൊണ്ടുപോയി കാശുണ്ടാക്കണ്ട. അത് ഹറാമാണ്, ഹറാമാണ്. ഒരകൽച്ച പോലുമില്ലാതെ, അകലം പോലും പാലിക്കാതെ ഒരു പണ്ഡിതനോ അമീറോ എന്ന് പറഞ്ഞ് തന്റെ ഉസ്താദിന്റെ കൂടെ നിൽക്കൽ പോലും ഹറാമാണെങ്കിൽ പെണ്ണുങ്ങളെ മനസ്സിലാക്കിക്കോ. ഒരന്യ ആണിന്റെ കൂടെ, ഒരന്യ പുരുഷന്റെ കൂടെ നിൽക്കുന്നതോ കറങ്ങുന്നതോ സംസാരിക്കുന്നതോ ഫോൺ വിളിക്കുന്നതോ ഹറാമല്ലേ. ഇങ്ങനെ ഹറാമുകൾ മരണം വരെ ചെയ്തു കൂട്ടിയിട്ട് എങ്ങനെയാണ് യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ശരീരം അല്ലാഹു പറഞ്ഞ പോലെ ജീവിച്ച ആത്മാവ്, സംതൃപ്തി പോണ്ട ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പോര് എന്ന് എങ്ങനെയാ നമ്മളോടൊക്കെ പറയ മലക്കുകൾ? എങ്ങനെ പറയാൻ പറ്റും? ജീവിതകാലം തെറ്റുകൾ മുഴുവനും കൊണ്ടു നടന്നിട്ട് കണ്ണു സൂക്ഷിക്കാതെ സ്വർഗം കിട്ടില്ല മുഅ്മിനേ. മയ്യദ്മനു ലീ മാ ബൈന ലഹ്യൈഹി വമാ ഹബീബല്ലാഹ് യാ നബിയല്ലാഹ് ഞങ്ങളെ തൗബ സ്വീകരിക്കണേ, ഞങ്ങളെ പാപങ്ങളെ പൊറുക്കണേ. അറിഞ്ഞ് അറിയാതെ രഹസ്യ പരസ്യമായി ഒരുപാട് പാപങ്ങൾ ചെയ്തവരാ. അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവനായിട്ടാണ് പടച്ചറബിന്റെ മുന്നിൽ എത്തുന്നത് എങ്കിൽ അവന്റെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി തീരും. അതാണ് വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല വഹി നൽകിയതായ കാര്യമാണ്. അള്ളാഹുവിൽ ആരെയെങ്കിലും പങ്കു ചേർത്താൽ ആ പങ്കു ചേർക്കുക വഴി അവരുടെ മുഴുവൻ കർമ്മങ്ങളും നിഷ്ഫലമായി തീരുമെന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരായുഷ്കാലം മുഴുവൻ നമസ്കരിച്ച് നോമ്പെടുത്ത് അള്ളാഹുവിനെ ഇബാദത്തുകൾ ചെയ്ത് തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്ന് നന്മകൾ ജീവിതത്തിൽ അധികരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ച് അള്ളാഹുവിൻ്റെ മുന്നിൽ എത്തിച്ചേരുന്ന സമയത്ത് നിന്റെ ഈ നന്മകൾ ഇവിടെ സ്വീകരിക്കപ്പെടുകയില്ല. കാരണം നീ ഏറ്റവും സുപ്രധാനമായ റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന വിഷയത്തിൽ പിഴവ് വരുത്തിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നൊരു ഘട്ടം വന്നാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. അവരനുഷ്ഠിച്ചു കൂട്ടിയ കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിലെത്തുമ്പോൾ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ, പൊടി പറന്നു പോകുന്ന പോലെ, കാറ്റത്ത് പാറുന്ന ധൂളികളെപ്പോലെ അവരുടെ കർമ്മങ്ങളെ നിഷ്ഫലമാക്കി തീർത്തു എന്നാണ്.